നാലാം ജയമാണ് ആന്റോ ആന്റണിയുടെ ലക്ഷ്യം. ഇത്തവണയും ആന്റോ ആന്റണിയെ പത്തനംതിട്ട തുണയ്ക്കുമോ എന്ന് പറയാൻ ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട്. വെരി ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. ആന്റോ ആന്റണി, അനിൽ ആന്റണി വന്നതിൽ പേടിക്കണോ? തോമസ് ഐസക് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ പേടിക്കണോ? നിലനിർത്താൻ അത്ര എളുപ്പമാകുമോ ഇത്തവണ പത്തനംതിട്ട ആന്റോ ആന്റണിക്കും UDF-നും? സുജയ, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ബലാബലം നടക്കുന്ന മത്സരം എന്ന് പറയാമെങ്കിലും ഈ ഘട്ടത്തിൽ UDF ക്യാമ്പ് പത്തനംതിട്ടയുടെ കാര്യത്തിൽ ആത്മവിശ്വാസത്തിലാണ്. കാരണം അനിൽ ആന്റണിയുടെ കടന്നുവരവ്, നേരത്തെ PC ജോർജ് വരുന്നു എന്നറിഞ്ഞ സമയം, PC ജോർജ് ആണ് അങ്ങോട്ട് വരുന്നത് എന്നുള്ള സമയത്ത് ക്രിസ്ത്യൻ വോട്ടിൽ അല്ലെങ്കിൽ PC ജോർജുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വോട്ടിൽ നിർണായകമായ ഒരു വ്യത്യാസം അതിൽ സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്ക UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അനിൽ ആന്റണി ഈ സമയത്ത് K. സുരേന്ദ്രനായിരിക്കും അവിടെ വരിക എന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷം അനിൽ ആന്റണി വന്നപ്പോൾ അനിൽ ആന്റണി അങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത് പോലും ഒരു ക്രിസ്ത്യൻ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനായിരിക്കണം. എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ UDF ക്യാമ്പിൽ അത് അത്ര കണ്ട് ആശങ്ക ജനിപ്പിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്ന് കരുതി ആ മത്സരം, പത്തനംതിട്ട സീറ്റ് വളരെ ഫൈറ്റിംഗ് മത്സരം നടക്കുന്ന സീറ്റ് തന്നെയാണ്. അവിടെ മറ്റൊരു കാര്യം, തോമസ് ഐസക്കിനെ പോലെ വളരെ പ്രബലനായ സ്ഥാനാർത്ഥിയാണ് LDF-ന്റേത്. അവിടെയും ഒരു സാമുദായിക ഇക്വേഷൻ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് സുജയ. കാര്യം, തോമസ് ഐസക്ക് ഒരു ലാറ്റിൻ ബെൽറ്റിൽ അല്ലെങ്കിൽ ഒരു തീരദേശ മേഖലയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം സാമുദായിക കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത് കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ അത്ര കണ്ട് സ്വാധീനം മാർത്തോമ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒക്കെയാണ് ഇവിടെ UDF ക്യാമ്പ് വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു അന്തരീക്ഷം അവിടെ സംജാതമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ പുറമേ നിന്ന് നടത്തുമ്പോഴും UDF ക്യാമ്പിൽ ആന്റോ ആന്റണിക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള വിലയിരുത്തലാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിലുള്ളത്. ഇനി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുൻപോട്ട് പോകുമ്പോഴും അത് ഏതൊക്കെ രീതിയിൽ ഓരോ ഇക്വേഷൻസിനെയും ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴേക്കും മാത്രം ഇതിന്റെ ഒരു ശരിയായ രൂപം ഉണ്ടാവുകയുള്ളൂ. രണ്ടാം ഘട്ടം കഴിയണം അത്തരത്തിലൊരു വിശകലനം നടത്താൻ. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ആദ്യമുണ്ടായിരുന്ന ഒരു ആശങ്കയിൽ നിന്ന് കുറച്ചുകൂടി മാറി ആന്റോ ആന്റണിക്ക് ഒരു പരാജയ ഭീതി മാറി, അല്ലെങ്കിൽ ഒരു പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആശങ്കയൊന്നും UDF ക്യാമ്പിൽ ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, താങ്ക് യു ലേബി സജീന്ദ്രൻ.